തിരുവനന്തപുരം മംഗലപുരം ഏരിയ സമ്മേളനത്തിലും പൊട്ടിത്തെറി. ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. മധു പദവിയിൽ തുടരുന്നതിനെ ജില്ലാ നേതൃത്വം എതിർത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നത്. പ്രശാന്ത്, നമുക്കറിയാം കരുനാഗപ്പള്ളി ശേഷം പത്തനംതിട്ട, ഇപ്പോൾ തിരുവനന്തപുരം മംഗലപുരം ഏരിയ സമ്മേളനത്തിലും പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? ജില്ലാ നേതൃത്വവുമായിട്ടുള്ള എതിർപ്പിനെ തുടർന്നാണ് ഇപ്പോൾ മധു മുല്ലശ്ശേരി ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വി ജോയ്, ജില്ലാ സെക്രട്ടറി വി ജോയിയുമായി ഏറെ നാളായി തർക്കത്തിലായിരുന്നു ഈ മധു മുല്ലശ്ശേരി. തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഏരിയ സമ്മേളനങ്ങൾ വരികയും 2 തവണയായി ഏരിയ സെക്രട്ടറിയായി തുടരുന്ന ആളാണ് മധു മുല്ലശ്ശേരി. മൂന്നാമത്തെ തവണയും തുടരുന്നതിനെതിരെ എതിർപ്പ് വരികയും മധു മുല്ലശ്ശേരി മൂന്നാമത്തെ തവണയും തുടരുന്നതിനെതിരെ എതിർപ്പ് വരികയും ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് തന്നെ എതിർപ്പ് വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നാണ് ഇപ്പോൾ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മംഗലപുരത്തെ ഒരു മുതിർന്ന CPM നേതാവാണ്. പല കാലങ്ങളായി CPMന്റെ പദവി വഹിച്ച ഒരു മുതിർന്ന CPM നേതാവാണ് മധു മുല്ലശ്ശേരി. മധു മുല്ലശ്ശേരിയാണ് ഇപ്പോൾ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ കയ്യാങ്കളി അടക്കം സമ്മേളന നഗരിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും സമ്മേളനം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പുതിയ ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുത്തതായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ഏരിയ സമ്മേളനങ്ങളെല്ലാം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ മംഗലപുരത്തേക്ക് വരുമ്പോൾ മംഗലപുരത്തും ഉണ്ടാകുന്നത്. മംഗലപുരത്ത് കഴിഞ്ഞ ദിവസം ഈ ഏരിയ സെക്രട്ടറിയെ മാറ്റണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു എന്നാണെന്ന് അവിടെ നിന്ന് പറയുന്നത്. മാത്രമല്ല വേറെ 2 അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ മധു മുല്ലശ്ശേരിയും ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള വി ജോയും തമ്മിലുള്ള ബന്ധം നല്ല ബന്ധമല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയും ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ തുടർന്നാണ് ജില്ലാ സെക്രട്ടറിയെ മാറ്റണമെന്ന്, അതായത് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഏരിയ സെക്രട്ടറിയെ മാറ്റണമെന്നൊരു ആവശ്യം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഈ മധു മുല്ലശ്ശേരി സമ്മേളനം വിട്ടിറങ്ങിപ്പോകുന്നത്. തുടർന്ന് ഈ നേതാക്കൾ, അതായത് ആ ഏരിയയിലെ സംസ്ഥാന നേതാക്കൾ ഉണ്ടായിരുന്നു. ആ ഏരിയയിലെ സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിക്കാനൊരു ശ്രമം നടത്തിയെങ്കിൽ പോലും ആ അനുനയ ശ്രമങ്ങളും പാളുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം വീണ്ടും സമ്മേളന നഗരിയിലേക്ക് തിരിച്ചെത്തിയെങ്കിൽ പോലും പിന്നെ ഏറെ സമയം അവിടെ തുടർന്നില്ല. അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നൊരു നിലയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കുറച്ചു കാലമായിട്ട് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ തുടർന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല ഏരിയ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ഏരിയ നിശ്ചയിക്കുന്ന പല കാര്യങ്ങളും ജില്ലാ കമ്മിറ്റി അംഗീകരിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു തർക്കം തുടരുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ തിരുവനന്തപുരം മംഗലം ഏരിയ സമ്മേളനത്തിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. മധു പദവിയിൽ തുടരുന്നതിനെ ജില്ലാ നേതൃത്വം എതിർത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തത്സമയം വിവരങ്ങൾ നൽകിയത്.